झुमका गिरा रे हाय झुमका गिरा रे बरेली के बाजार में झुमका गिरा रे बरेली के बाजार में झुमका गिरा झुमका गिरा हाय 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 झुमका गिरा रे बरेली के बाजार में झुमका गिरा रे सैया आए नैन झुकाए घर में चोरी चोरी सैया आए नैन झुकाए घर में चोरी चोरी बोले झुमका मैं पहना दूं आजा बाकी चोरी मैं बोली ना 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 बाबा ना कर चोरा चोरी लाख छुड़ाया सैया ने कन्हैया नहीं छोड़ी हाय कन्हैया नहीं छोड़ी फिर क्या हुआ? फिर झुमका गिरा रे हम दोनों के टकरार में झुमका गिरा रे बरेली के बाजार में झुमका गिरा रे घर के छत पे मैं खड़ी गली में दिल पर जानी घर के छत पे मैं खड़ी गली में दिल पर जानी हंस के बोले नीचे अब नीचे आ दीवानी या अंगूठी फेंक अपनी या चला दे निशानी घर के छत पे खड़े खड़े मैं हुई शर्म से पानी मैं हुई शर्म से पानी फिर क्या हुआ? फिर दया फिर झुमका गिरा रे हम दोनों के इस प्यार में झुमका गिरा रे बरेली के बाजार में झुमका गिरा रे बगिया में बलमानी मेरी लडोल जी सुलझाई बगिया में बलमानी मेरी लडोल जी सुलझाई थाम के आंचल बोले गोरी तू मेरे मन भाई आंख झुका के कुछ ना बोले हाय हाय आंख झुका के कुछ ना बोले धीरे से मुस्काई सैया ने जब छेड़ा मुझको हो गई हाथापाई हाय हो गई हाथापाई तो फिर क्या हुआ? फिर झुमका गिरा रे मैं क्या बोलूं बेकार में झुमका गिरा रे बरेली के बाजार में झुमका थैंक यू അരെ വാ അരെ വാ 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 ആന്യക്കുട്ടി ഭയങ്കര ക്യൂട്ട് പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു അടിപൊളിയായിരുന്നു. നമുക്ക് എന്തായാലും ജഡ്ജസിനോട് ചോദിച്ചു നോക്കാം എന്താ പറയാനുള്ളതെന്ന്. എന്ത് തോന്നി ആന്യക്കുട്ടിക്ക് പാടിയിട്ട് എന്ത് തോന്നി? എനിക്ക് തോന്നി നല്ലതായിട്ട് പാടിയെന്ന് നന്നായി പാടി തോന്നിയാ? ഷാനിക്ക ആന്യ എന്തോ എന്തായിരുന്നു അവിടെ? ബൈ ദ ബൈ ഇത് ആരാ മോളെ എഴുതിയത്? ഹൂ റോട്ട് ദിസ്?
ലിറിക്സ് ആരെ ഞാൻ തന്നെ എഴുതിയത്. മോള് തന്നെയാണോ എഴുതിയത്? ഒന്ന് എഴുതുമ്പോ ക്യാപ്സിലൊക്കെ സ്റ്റക്ക് ആയി പോയോ? അതെനിക്ക് ഫുൾ ക്യാപ്സ്. ഗവൺമെന്റ് ഡോക്യുമെന്റ് പോലെ ഉണ്ട്. അതെനിക്ക് ക്യാപ്സ് ലോക്കിൽ എഴുതാൻ ഇഷ്ടമാ. ആണോ? നന്നായിട്ടുണ്ട് കേട്ടോ, നല്ല രസമുണ്ട്. ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, ശരിക്കും ഇവരുടെ കൂടെ കുറച്ച് ഡാൻസേഴ്സും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായനെ. പക്ഷെ സുഹൃത്തുക്കളെ, പല്ലവിയിലും അനുപല്ലവിയിലും അത് കഴിഞ്ഞ് വന്ന ചരണത്തിലും സെയിം ഡാൻസ് സ്റ്റെപ്പ് കളിച്ച് ഹീറോയിസം കാഴ്ചകളാണ്. ഇതാണ് സാധനം. ഒരു 2 റൗണ്ട് പിന്നെ ഇത് ഉള്ളത് കണ്ടതും ഇല്ല. അതെ. പിന്നെ അനുപല്ലവിയില് 2 റൗണ്ട് അടിക്കും, ഇതടിക്കും. കൊള്ളാം മോളെ, കൊള്ളാം. താങ്ക് യു. പിന്നെ അടിപൊളിയായിരുന്നു ആന്യ, സോ ഗുഡ്. താങ്ക് യു. ഡിക്ഷനൊക്കെ നന്നായിട്ട് തന്നെ മോള് പ്രസന്റ് ചെയ്തു. പിന്നെ ഈ പാട്ടിന് ഒരു ക്യാരക്ടർ ഉണ്ട്. അതൊരു കോൺവെർസേഷൻ പോലത്തെ ഒരു പാട്ടാണ്. അത് ഞങ്ങൾ ശരിക്കും അതങ്ങ് എൻജോയ് ചെയ്തു കേട്ടോ. ദ ഹോൾ കോൺവെർസേഷൻ ഭയങ്കര രസമായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇതിന് ഈ പാട്ടിനൊരു കുസൃതി വേണം, ഒരു മിസ്ചിഫ് വേണം. എന്നാൽ ഈ പാട്ട് വെറുതെ പാടാൻ പറ്റില്ല. ഇത് ആക്ച്വലി നമ്മൾ വിചാരിക്കും ഇത് ഭയങ്കര ഈസി പാട്ടാണെന്ന്. പക്ഷെ ഇത് അത്ര ഈസി പാട്ടല്ല. ഈ പാട്ടിന് കൊടുക്കേണ്ട ക്യാരക്ടർ കറക്റ്റായിട്ട് കൊടുത്തില്ലെങ്കിൽ ഇത് ദള ആയിപ്പോവും. ഇത് മോൾ അടിപൊളിയായിരുന്നു മോളെ. നോ വേർഡ്സ്, അടിപൊളി. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ആൻഡ് അരേ ക്യാ ബോലാ തൂനെ? അരേ വാ. മെബു അടിപൊളിയായിരുന്നു, ഭയങ്കര രസമായിരുന്നു. ഇവിടെ മൊത്തം എനിക്ക് കുറച്ച് 2-3 ഡാൻസേഴ്സും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ കണ്ടോണ്ടിരുന്നേനെ. അടിപൊളിയായിരുന്നു മോളെ. സൂപ്പർ. താങ്ക് യു ഷാനിക്ക ചേച്ചി. എനിക്കും അത് തന്നെയാണ് പറയാനുള്ളത്. അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. ആ സൈസും മലയാളവും അതൊക്കെ കേട്ടപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ച ഒരു വലിയ തിരക്കേടില്ലാതെ പാടുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഒരു കലക്കൻ ഗംഭീര അടിപൊളി പെർഫോമൻസ് ആയിരുന്നു മോളെ. അയ്യോ, അതും ആ ഫസ്റ്റ് ആ ഝുംകാ ഗിരാരെ ഹായ് 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 എന്നൊക്കെ പാടുന്നത് ശരിക്കും എൻ്റെ അമ്മ നമ്മളൊക്കെ ഇവിടെ ഹായ് എന്നായി പോയി. ആൻഡ് ഓരോരോ പ്രാവശ്യവും ലാസ്റ്റ് ഓരോ ചരണത്തിൻ്റെ ആ ലാസ്റ്റ് ഒരു മേ ഹുയി ശരം സേ പാനി ആവട്ടെ, അല്ലെങ്കിൽ കല്യാണ ഹി ഛോടി, അതൊക്കെ പാടുമ്പോഴത്തേക്കും അതിൻ്റെ ആ ഒരു ഇമോഷൻ ഇറ്റ്സ് ജസ്റ്റ് സോ ബ്യൂട്ടിഫുൾ. ആ ഒരു നോട്ടിനെസ്, ആ നഖ്ര, ഷാൻ പറഞ്ഞ പോലെ ആ ഒരു കുറുമ്പ് അതിൽ ശരിക്കും കേൾക്കുന്നുണ്ടായിരുന്നു. വീട്ടിലാള് നല്ല കുറുമ്പിയാണോ? വീട്ടില് നല്ല കുറുമ്പിയാണ്. അതാണ്. എനിക്കൊരു അനിയനുണ്ട്, അവനും നല്ല കുറുമ്പാ. പക്ഷെ പാടിയത് അനിയനല്ലല്ലോ, മോളല്ലേ പാടിയത്. ഞാനാ പാടിയേ, പക്ഷെ അനിയനും ഭയങ്കര നോട്ടിയാ കേട്ടോ. പക്ഷെ അച്ഛൻ പറഞ്ഞു ആന്യാണ് ഏറ്റവും കുറുമ്പീന്ന്. അല്ല, രണ്ടും ഒരുമിച്ച് ഏകദേശം ഒറ്റയ്ക്ക് കട്ടക്ക് നിൽക്കും. മൊത്തം അച്ഛനും അമ്മയ്ക്കും വെളുപോയി നിൽക്കുവല്ലേ രണ്ടും. അല്ല, പക്ഷെ ഇത് നല്ല കാര്യാ. ആ കുറുമ്പെല്ലാം കൂടെ ഈ പാട്ടിലോട്ടങ്ങ് വിട്ടല്ലോ നീ. ആ കുറുമ്പ് ഇപ്പൊ നല്ല കാര്യായില്ലേ. ഇനി നന്നായിട്ട് കുറുമ്പിയായിട്ട് തന്നെ ഇരിക്കണം കേട്ടോ വീട്ടില്. നല്ല കുട്ടിയായിട്ട് ഇരിക്കരുത് കേട്ടോ. അഭി ചേച്ചി പറഞ്ഞു കുറുമ്പ് നല്ലതാന്ന്. എനിക്ക് നല്ല കുട്ടിയായിട്ട് ഇരിക്കാനുള്ള ഇങ്ങനെ പറയുന്നേ. അത് എന്താ പറയണ്ടേ? ഏത് ഭാഷയിലാ പറയണ്ടേ നീ പറ. മലയാളത്തില് തന്നെ പറയണ ഭാഷ. കന്നഡയിൽ പറഞ്ഞു. അയ്യോ, കന്നഡയില് എനിക്ക് 2 വേർഡ് പറയാൻ അറിയത്തുള്ളൂ. കന്നഡ ಗೊತ್ತಿಲ್ಲ. അതാ മോളെ എനിക്കും അറിയാവുന്ന ಗೊತ್ತಿಲ್ಲ. എല്ലാവർക്കും അതേ അറിയുള്ളൂ. പക്ഷെ എന്റെ അപ്പ എനിക്ക് ഒരു ഈസി വേ കാണിച്ചു അതെങ്ങനെ കന്നഡ പഠിക്കുന്നതെന്ന്. എങ്ങനെയാ പഠിക്കുന്നേ? കണ്ണില്ലേ, കണ്ണ്, കന്നഡ. അച്ഛാ, സോറി അച്ഛാ, അതെന്തായിരുന്നു? വെറുതെ അല്ല നോട്ടി ആയത് കുട്ടി. അതെ, നോട്ടി അച്ഛൻ. അച്ഛനും അനിയനുമാ ശരിക്കും വീട്ടിലെ ജോക്കേഴ്സ്. വീട്ടിലെ ജോക്കേഴ്സ്. കൊള്ളാം മോളെ, നീ കൊള്ളാം. എനിക്ക് നിന്നെ ഇഷ്ടമായി. അല്ല, അപ്പൊ നമ്മള് പറഞ്ഞു വന്ന കാര്യം, മോൾ ഒരു അടിപൊളി സാധനമാണ്, ഒരു സംഭവമാണ് മോള്. താങ്ക് യു. അതെ ഹരിചേട്ടാ. സൂപ്പർ പെർഫോമൻസ്. താങ്ക് യു.
അന്യക്ക് പറ്റിയ ഒരു സോങ് അന്യ ചൂസ് ചെയ്തു. അത് ക്യൂട്ടായിട്ടാണ് പാടിയത്. അതിൻ്റെ എക്സ്പ്രഷൻസ് ആണെങ്കിലും ദ വേ യു ഹാൻഡിൽ ദ സോങ് വാസ് സോ ക്യൂട്ട്. ഞാൻ ഇങ്ങനെ എൻജോയ് ചെയ്തിരിക്കുകയായിരുന്നു. ഓക്കെ, എനിവേസ് അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു. അപ്പൊ എന്തായാലും നമുക്ക് മാർക്സ് അറിഞ്ഞോളൂ. ചാരിക്കാം നോക്കാൻ പോലും ഞാൻ ഇത് സമയത്ത് ഞാനൊന്നും പറഞ്ഞില്ല കേട്ടോ, അല്ലാതെ ചോദിച്ചാണ്. ഹരി ചുമ്മാ ഇങ്ങനെയൊക്കെ. അല്ലല്ല, എന്റെ അങ്ങനെ സ്ഥായി കാണിച്ചതല്ല. ഭാവമാ. അന്യ എന്തോ 9 out of 10. വാവ്. താങ്ക് യു. ഓക്കെ അഭിജിച്ചി. എനിക്ക് ആ ഹൈക്ക് വേണ്ടിയിട്ട് തന്നെ ഒരു 9.5 out of 10. താങ്ക് യു മാം. അപ്പൊ നമുക്ക് ആ ഹൈ ഒന്ന് കേൾപ്പിച്ചു കൊടുത്താലോ? പിന്നെന്താ? ആ യെസ്, ഒന്നും കൂടെ. झुमका गिरा झुमका गिरा झुमका गिरा हाय 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 झुमका गिरा रे. സൂപ്പർ. ഓഹോ, അതേപോലെ തന്നെ ശ്രുതി ഒന്നും ഇല്ലാതെ തന്നെ അവൾ നമുക്ക് ആ സെയിം സ്കെയിൽ അടിച്ചു. അതെ, ആ പാടിയ അതേ സ്കെയിലിൽ ഞാൻ പിന്നെ പാടിയ. അതെ. അതെ. അപ്പൊ 0.5 ഇരിക്കട്ടെ എന്നല്ലേ ഇരിക്കട്ടെ, ചേച്ചി? പിന്നെന്താ, ഇരിക്കട്ടെ. ഓക്കെ ഹരിച്ചേട്ടാ 9 out of 10. 9. താങ്ക് യു. ഓക്കെ 27.5 മാർക്സ് ആണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ ഓക്കെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ബൈ ബൈ. ബൈ ബൈ. അയ്യോ, എനിക്ക് അവളെ ഇഷ്ടമായി.